നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ കാര്യം പറ. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. അവൾക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തില് അവള് വൈകാതെ ഇരിക്കും. കൊള്ളാം. എന്നിട്ടിരുന്നില്ലേ നിന്റെ റാണി? എടാ, സപ്രപഞ്ചം ഒരുക്കാനുള്ള സമയം കഴിഞ്ഞ്. ഇനിയൊന്നും അധികം വൈകില്ല. എന്നെ കാണുമ്പോ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ നിലാവ് ഉദിച്ചു തുടങ്ങി. എനിക്ക് വന്ദനോട് പ്രണയമാണെന്ന് മാധവനങ്ങളോ ചന്ദ്രകാമയോ അറിഞ്ഞിട്ടില്ല. അധികം വൈകാതെ ഞാൻ അവരെ അറിയിക്കും. ഗുഡ്. അങ്ങനെ കേറി വാളിയ. നിങ്ങൾ ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് ഞാനാ. പക്ഷേ നിന്റെ അച്ഛൻ കുറുപ്പ് സാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും മോനെ. ഒരു പ്രണയ വിപ്ലവം. ഏത് വിപ്ലവത്തിനും ഈ ജഗൻ തയ്യാറാ. എനിക്കെന്റെ വന്ദനെ വേണം. ആരടാ, വന്ദനയാണോ? ഇതെന്റെ അമ്മായിമ്മ ചന്ദ്രികാമ്മ. എടുക്ക്. അമ്മേ. മോനെ, ഒരു കാര്യം പറയാനാ ഞാനിപ്പം വിളിച്ചേ. എന്താ അമ്മേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കുണ്ട് അമ്മയോടൊരു കാര്യം പറയാൻ. അത് ഞാൻ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക. ആണോ? എങ്കി മോൻ പറ, കേക്കട്ടെ. ആദ്യം അമ്മയുടെ സന്തോഷ വാർത്ത കേക്കട്ടെ. മോനെ, ഒരമ്മയുടെ അച്ഛന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അമ്മയുടെ അങ്കിളിന്റെ ആഗ്രഹം ആ സ്വപ്ന വീടല്ലേ, ആ മധുചന്ദ്രിക. അത് ശരിയാ. എന്നാ അതുപോലെ വളരെ പ്രധാനപ്പെട്ട, ചിലപ്പോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യ. അതാ ഞാൻ പറയാൻ വിളിച്ചേ. മോനോട് തന്നെ അത് ആദ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് നല്ല കാര്യത്തിനും, സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യമായാലും ഒപ്പം ഒരാളായി നിൽക്കുന്നത് മോനല്ലേ. അപ്പൊ പിന്നെ മറ്റാരേക്കാളും മുന്നേ ആ കാര്യം അറിയേണ്ടത് മോൻ തന്നെയല്ലേ. അമ്മ കാര്യം പറ. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. മാധവേട്ടന്റെ സുഹൃത്ത് സോമേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. എല്ലാം കൊണ്ടും വളരെ നല്ല ആലോചനയാ. വന്ദന സമ്മതിച്ചോ? അവള് സമ്മതിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് നമ്മുടെ ദിയമോളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവൾ ഏറ്റെടുത്ത സ്ഥിതിക്ക്. പക്ഷേ ദൈവം അവളുടെ കണ്ണു തുറപ്പിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ മോനെ, എന്റെ ആൺമക്കളൊക്കെ പിണക്കത്തില. അവര് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ വിവാഹം കഴിയുന്നത് വരെ എന്റെ വലം കൈയായിട്ട് മോൻ തന്നെ ഉണ്ടാവണം. അതെ, വിവാഹം തടസ്സമൊന്നും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് വന്ദനയുടെ പേരില് ക്ഷേത്രത്തിലൊരു പൂജ നടത്തുന്നുണ്ടേ, സർവൈശ്വര്യ പൂജ. ആ പൂജയിലും മോൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഹലോ മോനെ, മോൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ടമ്മേ. സമയം ഞാൻ അറിയിക്കാം. മോനെ, മോനെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, കേക്കട്ടെ. ഒന്നുമില്ലമ്മേ. മോന് ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, നേരിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? ഒന്നുമില്ല. മോന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അതമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ആണോ? എങ്കി മോൻ ആ കാര്യം പറ, ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ല അമ്മ ഒന്നുമില്ലെന്ന്. അമ്മ, എന്റെ ഫ്രണ്ട് ശിവപ്രസാദ് വന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ മോനെ.
മോൻ പറയുന്ന കാര്യം കേൾക്കാൻ അമ്മ കാത്തിരിക്കുക. ശരി അമ്മേ, അമ്മ ഫോൺ വെച്ചോ. ശരി മോനെ. ജഗ, ആ എന്തു പറ്റിയടാ? എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എന്തുപറ്റി? എന്തുപറ്റിന്ന് കാര്യം പറ. ഒന്നുമില്ല, നീ ഇപ്പൊ പൊയ്ക്കോ. എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്കിരിക്കണം. എടാ, എന്ത് കാര്യമുണ്ടെങ്കിലും നീ പറ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. അവള് സമ്മതിച്ചു. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലായിപ്പോയി. ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ പണം മുഴുവനും മനോജിന് കൊടുത്തില്ലേ? കയ്യിൽ ഒരു ന്യായ പൈസ എടുക്കാനുണ്ടോ? വിവാഹത്തിന് ലളിതമായ രീതിയിൽ ഒരു താലികെട്ട് മാത്രം മതിയെന്ന് പയ്യൻ പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായി അല്ലേ മാധവ? എന്താ മോളെ? ആർഭാടമായൊരു വിവാഹത്തിന് മണ്ഡപത്തില് വലതുകാല് വെച്ച് കയറിയവളല്ലേ ഞാൻ. എന്നിട്ട് തീരെ കണ്ണീരോടെ ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ആർഭാടമായിട്ട് ഒരു ചടങ്ങും വേണ്ട. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഒരു താലികെട്ടൽ ചടങ്ങ് മാത്രം മതി. അതിനുള്ള നിവൃത്തിയെ നമുക്കുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.